Good morning. Okay. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പോയവരൊക്കെ എത്തിയോ? കുട്ടികളൊക്കെ ആണോ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ക്ലാസ്സിലും? ആണോ? ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു? CSSD പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതില് എവിടെ വരെയായിരുന്നു നമ്മള് ഇൻഡിക്കേറ്റേഴ്സ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSSD ഇതല്ലേ പറഞ്ഞത്? നമ്മൾ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ പറഞ്ഞു, കെമിക്കൽ ഇൻഡിക്കേറ്റർ, രണ്ടെണ്ണം അല്ലേ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സില് അല്ലെ? ഇവിടെ വരെയല്ലേ പറഞ്ഞത്? യെസ്. അപ്പൊ നമ്മള് എന്താണ് CSSD-യില് നമ്മൾ ചെയ്യുന്ന സ്റ്റെറിലൈസേഷന്റെ എത്രത്തോളം അതിന്റെ ആ ഫലപ്രാപ്തി നമ്മൾ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അത് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അവിടെ എന്താണ് നമ്മൾ ആ ടൈം, ഇത്ര ടൈം വേണമെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഈ ക്ലോക്ക് ഒക്കെ പോലെ അതിനകത്ത് റീഡിങ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണിക്കും. അപ്പൊ അത്ര പർട്ടിക്കുലർ ആ ഒരു ടൈമിലേക്ക് എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ ഇതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ നമുക്ക് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തെന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് സ്റ്റിപ്സ് പോലത്തെ ഒരു സംഭവമാണ്. അത് ആ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ആ സ്റ്റിപ്പ് പോലെ ഇത് വെക്കുമ്പോൾ നമ്മളത് എടുത്ത് ആ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ആ സ്റ്റിപ്സിന് അവിടെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം? സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി അല്ലെ? സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാം കളർ ചേഞ്ച് വരികയാണെങ്കിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ലിവിങ് ക്രീച്ചേഴ്സ്, ലിവിങ് ജീവനുള്ള സൂക്ഷ്മ അണുക്കളെയാണ് അവിടെ ഇത് ഇൻഡിക്കേറ്റർ ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. Okay, biological indicators are also in the name of bioindicators. Example ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Biological indicators are also in the name of bioindicators. Biological indicator, bioindicator എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. It's also known as bioindicator. Underline ചെയ്തോ? Biological indicator is also known as bioindicator. They are living creatures. ഇനി എന്താ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു ലിവിങ് ക്രീച്ചേഴ്സ്, ജീവനുള്ള ഒരു ജീവിജാലങ്ങളാണ് അല്ലെ? സൂക്ഷ്മ ജീവികളാണ്. such as micro organisms. മൈക്രോ ഓർഗാനിസംസ് പോലുള്ള ലിവിങ് ക്രീച്ചേഴ്സ്, അതാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. They used to, അതെന്തിനാ ഉപയോഗിക്കണേ? They used to confirm sterilization performance, to vary the sterilization procedure, display the sterilization effect of the production process, etc. Okay, sterilization process, ആ പ്രൊസീജിയർ നമ്മൾ വെരിഫൈ ചെയ്യുന്നതിന് അല്ലെ, കറക്റ്റ് ആയോ, സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയോ എന്നൊക്കെ അറിയാൻ, അതായത് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ വെരിഫൈ ചെയ്യുന്നതിനും സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് സ്ഥിരീകരിക്കുന്നതിനും. ഓക്കെ, ടു കൺഫേം, കൺഫേം എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക. To confirm sterilization performance, sterilization പ്രകടനം, പെർഫോമൻസ് എങ്ങനെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിനും സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ വെരിഫൈ ചെയ്യുന്നതിനും, then display the sterilization effect, സ്റ്റെറിലൈസേഷന്റെ ഫലപ്രാപ്തി ഡിസ്പ്ലേ ചെയ്യുന്നതിനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നു. ഇവിടെ നിങ്ങളൊന്ന് താഴെ നോക്കി അവിടെ ഒരു പിക്ചർ കണ്ടോ? അതൊന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. Biological indicators used to confirm എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക. എന്തിനൊക്കെയാ? സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്, സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് സ്ഥിരീകരിക്കാൻ, then verify the sterilization procedure, സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ വെരിഫൈ ചെയ്യാൻ, then display the sterilization effect of the production process, സ്റ്റെറിലൈസേഷൻ എഫക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇനി നോക്കി അവിടെ ഒരു ബോട്ടിൽ പോലെ കണ്ടില്ലേ, സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് ശരിക്കും എന്താ, അതിനകത്താണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഈ മൈക്രോ ഓർഗാനിസംസ് വെക്കുന്നത്. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ CSSD-യിലൊക്കെ നമ്മൾ ഓട്ടോക്ലേവിലൊക്കെ വെക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ് ബാസിലസ് ആക്ടോഫിയസ് എന്ന് പറയും. എക്സാമ്പിൾ ഒന്നും ചോദിക്കാറില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പേരൊന്ന് നോട്ട് ചെയ്തിട്ടാ കേട്ടോ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ് ബാസിലസ് ആക്ടോഫിയസ്.
സ്പെല്ലിംഗ് ഞാൻ പറയാം കേട്ടോ. BACILLUS, bacillus. BACILLUS, Actophiles. ATROPHAEUS. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഈ ലിവിങ് ക്രീച്ചേഴ്സ്, ഈ മൈക്രോ ഓർഗാനിസത്തെ ഇങ്ങനെ ഈ ഒരു ബോട്ടിൽ കണ്ടോ അതിനകത്തായിട്ട് ആക്കി ഒന്നുകൂടി പറയാമോ? പറയാലോ. ബാസിലസ് ആക്ടോഫിയസ്, സ്പെല്ലിംഗ് അല്ലേ? BACILLUS, ബാസിലസ് ആക്ടോഫിയസ്. ATROPHAEUS. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇതൊരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഇതിങ്ങനെ ഈ ബോട്ടിലിനകത്ത് ആക്കിയിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യൂലേ, അപ്പൊ ഈ സംഭവം അതിലേക്ക് വെക്കും. എന്നിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് എടുക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു കളർ ചേഞ്ച് വരും. ഇതിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ കളർ ചേഞ്ച് വരും. അതായത് നമ്മളിവിടെ പറയുന്നത്, അപ്പൊ അത് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അതിന് കളർ ചേഞ്ച് വരികയാണെങ്കിൽ, ആ സൊല്യൂഷൻ അവിടെ ഒരു കളർ ചേഞ്ച് വരികയാണെങ്കിൽ എന്നത് മനസ്സിലാക്കാം, സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അതായത് അവിടെ ആ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു കളർ ചേഞ്ച് വരും. ആ കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിത് എങ്ങനെയാ ചെയ്യണേന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതായത് ഇത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ ഈ ഓർഗാനിസത്തെ കൂടി നമ്മൾ മൈക്രോ ഓർഗാനിസംസ് അതിൽ വെക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്താണ്, അവിടെ നമുക്ക് കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കണം. ആ സൊല്യൂഷനിൽ കളർ ചേഞ്ച് വരുന്നുണ്ടോ? അങ്ങനെ ഒരു കളർ ചേഞ്ച് അവിടെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല, വളർച്ചയില്ല. അതായത് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയെന്ന് മനസ്സിലാക്കാം. അങ്ങനെ 3 ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ CSST-യില് ഈ സ്റ്റെറിലൈസേഷന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, സ്റ്റെറിലൈസേഷൻ എത്രത്തോളമാണ്, പൂർണ്ണമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. CSST-യിലെ വിതരണ സംവിധാനം. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്, സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് താൽക്കാലികമായിട്ട് നമ്മൾ ആ ക്ലീൻ റാക്ക് അല്ലെ, നമ്മൾ ക്ലീൻ ആയിട്ടുള്ള റാക്കിൽ തന്നെ CSST-ന് കീപ്പ് ചെയ്യും. അതിനുശേഷമാണ് അവിടുന്ന് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് നമ്മൾ 4 രീതിയിലാണ് കൊടുക്കുന്നത്. നോക്കിയേ, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച് എന്ന പേരുകൾ നോക്കി വെക്കുക കേട്ടോ. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്, റിക്വസിഷൻ സിസ്റ്റം, ഗ്രോസറി സിസ്റ്റം, ക്വാട്ട സിസ്റ്റം. CSST ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത് 4 പോയിന്റ് ആണ് വരുന്നത്. ഫസ്റ്റ് നോക്കിയേ, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. രണ്ടാമത്തെ റിക്വസിഷൻ സിസ്റ്റം. റിക്വസിഷൻ സിസ്റ്റം. മൂന്നാമത്തെ ഗ്രോസറി സിസ്റ്റം. അടുത്തത് ക്വാട്ട സിസ്റ്റം. ഇനി ഓരോന്നും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ, ഇത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കുക, എന്താണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമുക്ക് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബിലോങ് ടു. ഈ സ്റ്റേറ്റ്മെന്റ് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്? അപ്പൊ ആ 4 എണ്ണത്തിന്റെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. അത് ഏതിലാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. നോക്കിയേ, ഒന്നാമത്തെ എന്താ പറഞ്ഞ, ക്ലീൻ ഫോർ ഡർട്ടി എക്സ്ചേഞ്ച്. അവിടെ എങ്ങനെയാന്ന് നോക്കിയേ, a sterilized article is provided at the CSST issue counter in the exchange for a used one at any time. എന്താ പറഞ്ഞേ, ഏത് സമയത്ത്
ഏത് ടൈം എക്സ്ചേഞ്ചിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ് ചെയ്ത ആർട്ടിക്കിൾസ് അവിടെ CSSD നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അവിടത്തെ എക്യുപ്മെന്റ്സുകൾ എന്ന് ഈ CSSD പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. എന്താ പറഞ്ഞേക്കുന്ന അവിടെ ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെറിലൈസ് ചെയ്ത ആർട്ടിക്കിൾസ് ആ CSSD അവിടെ കൗണ്ടറിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതാണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ എന്താണ് ആ CSSD കൗണ്ടറിൽ നിന്ന് നമുക്ക് അത് കളക്ട് ചെയ്യാം. മനസ്സിലായോ ഒന്നാമത്തത്? അപ്പൊ ഇത് തന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് തരുവാണ് നിങ്ങൾക്ക്, എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റല്ലേ. ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾസ് CSSD കൗണ്ടറിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത വരില്ലേ, യൂസ്ഡ് വൺ അറ്റ് എനി ടൈം ഉണ്ടോ, ഏത് ടൈം എക്സ്ചേഞ്ചിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾസ് CSSD ഇഷ്യൂ കൗണ്ടറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നോക്കി അടുത്തത് റിക്വസിഷൻ സിസ്റ്റം. അപ്പൊ അതെന്തായിരിക്കും? റിക്വസ്റ്റിനനുസരിച്ചായിരിക്കും അവിടെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് അല്ലെ. സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് കിട്ടുന്നത് റിക്വസ്റ്റ് അനുസരിച്ചായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റിനനുസരിച്ചായിരിക്കും. ഓക്കെ, ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡ് ബൈ ദ യൂസർ ഓൺ എ ഡെയിലി ഓർ റെഗുലർ ബേസിസ് ആൻഡ് ഗാതേർഡ് ബൈ ദ CSSD കൗണ്ടർ. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച്. അപ്പൊ ഇവിടെ എങ്ങനെയാ നമ്മൾ കൊടുക്കണത്? ആർട്ടിക്കിൾസ് എങ്ങനെയാ കൊടുക്കണേ? എന്തനുസരിച്ചാ? ഡിമാൻഡ് അനുസരിച്ച്. അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ ഇന്റർവെല്ല് ഇപ്പൊ ഒന്നരാളിട്ടോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ അങ്ങനെ ഒരു നിശ്ചിത ഇടവേള ക്രമത്തില് നമ്മൾ CSSD നിന്നും നമുക്ക് ആർട്ടിക്കിൾസ് കളക്ട് ചെയ്യാം. മനസ്സിലായോ? രണ്ടാമത് യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ അത് ആവശ്യപ്പെടുകയും അത് CSSD കൗണ്ടറിൽ അത് ശേഖരിക്കുകയും ചെയ്യും. അതാണ് റിക്വസിഷൻ സിസ്റ്റം. അപ്പൊ ഇത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ആർട്ടിക്കിൾ നീഡഡ് ആർ ഡിമാൻഡ് ബൈ ദ യൂസർ. അത്രയൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. യൂസറിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് അവിടെ ആ എക്യുപ്മെന്റ്സ് ലഭ്യമാകുന്നത്, വിതരണം ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, മൂന്നാമത്തെ എന്താ? ഗ്രോസറി സിസ്റ്റം. ഇവിടെ എന്താ പ്രത്യേകത നോക്കിയേ, ഈച്ച് യൂസേഴ്സ് ഡിമാൻഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ആർ ഡെലിവേർഡ് അറ്റ് suitable intervals regardless of whether the content has been used or not. ഇതെങ്ങനെയാ നോക്കിയേ, ഈ റിക്വസിഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്താ വ്യത്യാസം നോക്കിയേ, ഇവിടെ അവർക്ക് കൊടുക്കുന്ന അവർ കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക ഇന്റർവെല്ലില് അവരത് ഡെലിവറി ചെയ്യും. കണ്ടോ? Each user demand for a specific period are delivered. എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്? suitable intervals, ഒരു നിശ്ചിത ഇടവേള ക്രമത്തില്, അതായത് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോഴും അങ്ങനെ ആയിരിക്കും. അതെന്താ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞേക്കണേ? regardless of whether the content have been used or not. ആ കണ്ടന്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ ഒരു നിശ്ചിത ഇടവേള ക്രമത്തിൽ അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത് രണ്ടും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗ്രോസറിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത്രയും, whether the content have been used or not. സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ തന്നെ എന്താണ് അവിടെ പ്രത്യേകത? അവിടെ കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ അവരെന്ത് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളേ? ക്ലിയർ ആണോ നോക്കി. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തരും, അതോർത്ത് പേടിക്കണ്ട. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്താൽ മതി, അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെന്ന് മാത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പൊ 4 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ പേര് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ക്വാട്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ഡെലിവറിംഗ് പേഴ്സണൽ ഫ്രം CSSD ത്രൂ ഫ്രീക്വന്റ് ഡെലിവറീസ്. കണ്ടോ? ഓരോ യൂണിറ്റിനും വ്യത്യസ്തമായ ഇനങ്ങളുടെ മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ലെവൽ. അവിടെ ഒന്ന് നോക്കിയേ,
പ്രീ അറേഞ്ച്ഡ് സ്റ്റോക്ക് ലെവൽ, മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ലെവല് ആരാണ് അവിടെ ഡെലിവറി ചെയ്യുന്നത് നോക്കിയേ? CSST മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആരാണ്? ഡെലിവറി പേഴ്സണൽ. CSST പതിവ് ഡെലിവറി പേഴ്സണല് പതിവ് ഡെലിവറികൾ വഴി തന്നെ അവരത് പരിപാലിക്കുന്നു. ഓരോ യൂണിറ്റിനും വ്യത്യസ്ത ഇനങ്ങളുടെ മുൻകൂട്ടി ക്രമീകരിച്ച് വെച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവല് CSST നിന്നുള്ള ഡെലിവറി ഉദ്യോഗസ്ഥര് അവരവിടെ പതിവ് ഡെലിവറികൾ വഴി അവര് പരിപാലിക്കുന്നു. ഡെലിവറി പേഴ്സണൽസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് 4 ഇങ്ങനെ തന്നിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടോ എന്ന് നോക്കി എനിക്ക്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഏത് ടൈം എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കാൻ. അപ്പൊ എപ്പോഴും ഒരിത് ആർട്ടിക്കിൾസ് CSST കൗണ്ടറിൽ അവൈലബിൾ ആയിരിക്കും. നമ്മളിപ്പോ ചെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ തന്നെ തരും. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ചാ. കണ്ടോ, യൂസറിന്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഒരു റെഗുലർ ബേസിൽ CSST നിന്നും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ആ കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ പ്രത്യേകം ഒരു സ്യൂട്ടബിൾ ഇന്റർവെൽസിൽ അത് അവര് ഡെലിവറി ചെയ്യും. ഇനി വാട്ടർ സിസ്റ്റത്തിൽ ആരാണ് അവിടെ? ഡെലിവറി പേഴ്സണൽ ആണ്. കണ്ടോ, അത് പതിവ് ഡെലിവറി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അവരാണ് നമ്മുടെ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവലുകള്. അത് ഇപ്പൊ നമ്മൾ CSST നിന്ന് CSST നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ഒരു 10 സിസ്റ്റർ കൊടുത്തു എന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ അത് 10 ഈ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പൊ അത് ഇത് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആരാ? അവിടുത്തെ ഡെലിവറി പേഴ്സണൽ, CSST ഡെലിവറി പേഴ്സണൽ അത് അവരുടെ പതിവ് ഡെലിവറി വഴി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ അവരത് കൊണ്ടുപോകും. ക്ലിയർ ആയോ നോക്കിയത്? ആണോ? പേര് ക്ലിയർ ആക്കി വെക്കണേ. അതിന്റെ ഡിഫറൻസും ഒന്ന് മനസ്സിലാക്കി വെക്കാം. അവിടെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ തരുന്നില്ല. കണ്ട് ഏതാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഇനി നോക്കി അടുത്ത സെക്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്. ഗ്രോസറി ആണോ? ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാല് അവിടെ എന്താണ്? നമ്മൾ ആ കണ്ടന്റ് ഉപയോഗിച്ചിട്ട്, അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആ കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു? ആ ഒരു ടൈം ഇന്റർവെല്ലില് ഈ പ്രത്യേകം ആ ഒരു നിശ്ചിത എല്ലാ ആഴ്ചയും അവർ ഡെലിവറി ചെയ്യും. ഇത്ര എണ്ണം വീതം എല്ലാ ആഴ്ചയും ഡെലിവറി ചെയ്യും. അതാണ്, അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഈച്ച് യൂസർ ഡിമാൻഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. കണ്ടോ, കണ്ടന്റ് അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നോക്കാതെ തന്നെ ഓരോ യൂസറിനും ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒരു നിശ്ചിത കാലയളവില് അത് അനുയോജ്യമായിട്ടുള്ള ഇന്റർവെല്ലുകളിൽ അത് എന്ത് ചെയ്യുന്നു? CSST നിന്ന് ഡെലിവറി ചെയ്യും. മറ്റത് നമ്മൾ ക്വാർട്ടയിൽ പറഞ്ഞത് ആരാ? അവിടുത്തെ ഡെലിവറി പേഴ്സണൽസ് ആണ്. മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോക്ക് ലെവല് നമ്മൾ മുൻകൂട്ടി കൊടുത്തതാണ് അത് അല്ലെ. 10 ഓപ്പറേഷൻ തിയേറ്ററിൽ 10 സിസ്റ്റേഴ്സ് കൊടുത്തു. അത് നമ്മൾ അത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് പതിവ് ഡെലിവറി അവർ നടത്തൂലേ, അതുപോലെ അത് തിരിച്ച് ആ 10 ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ ആ ഡെലിവറി പേഴ്സണൽ CSST ഡെലിവറി പേഴ്സണൽസ് എന്ത് ചെയ്യുന്നു? അവര് തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ നോക്കിയേ? ഏകദേശം നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതെന്താന്നുള്ളത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് കണ്ട രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളേ. ഇപ്പൊ ഗ്രോസറി സിസ്റ്റം എന്താന്ന് ചോദിക്കൂല, അവിടെ തിരിച്ചാ ചോദിക്കുള്ളൂ കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗ്രോസറി സിസ്റ്റം എന്താന്ന് എഴുതാൻ ഡെഫിനിഷൻ അല്ല അവിടെ ചോദിക്കുന്നത്. അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക്? ആ സ്റ്റേറ്റ്മെന്റ് പോലെ അവിടെ തരും, എന്താ സംഭവം എന്നുള്ളത് തരും. എന്നിട്ട് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്, ഭരണപരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയേ. വർക്ക് പ്രാക്ടീസ് മസ്റ്റ് ബി ഓവർസീൻ. തൊഴിൽ പ്രാക്ടീസ്, തൊഴിൽ പരിശീലനത്തിന് മേൽനോട്ടം വഹിക്കുന്നു. അവരെല്ലാ കാര്യങ്ങളും ഓരോ വർക്കുകളിലും മേൽനോട്ടം വഹിക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓരോ വർക്കിലും ജോലി കാര്യങ്ങളിലും ഒക്കെ അവര് മേൽനോട്ടം വഹിക്കുന്നു. റിട്ടേൺ പോളിസി പ്രൊസീജിയർ മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഓൾ പേഴ്സണൽ റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ സ്റ്റെറിലൈസിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഐറ്റം ആൻഡ് ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ സപ്ലൈസ്. കേട്ടോ, എന്താ അവിടെ? അപ്പൊ അവിടെ ഓരോ നടപടിക്രമങ്ങൾ ഉണ്ടാവൂലേ?
CSSD-ല് ആ ഡിപ്പാർട്ട്മെന്റില് ഫോളോ ചെയ്യുന്ന പോളിസികള് അവിടെ ചെയ്ത പ്രൊസീജിയർ ഒക്കെ ആര്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള് അല്ലെ, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. Must be strictly followed by all personnel responsible and accountable for sterilization and disinfection item. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ, അണുനശീകരണം നടത്തുന്ന ഐറ്റം അതിന്റെ അതിന് മേൽനോട്ടം വഹിക്കാൻ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ ഉദ്യോഗസ്ഥരില്ലേ, ഓരോന്നിന്റെ അക്കൗണ്ടബിൾ ഉത്തരവാദിത്തപ്പെട്ട അല്ലെ, ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഉദ്യോഗസ്ഥര് അവര് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെയല്ലേ അവിടുത്തെ ആ റിട്ടേൺ പോളിസികൾ വെച്ചിട്ട് അതുപോലെ തന്നെയല്ലേ അവിടുത്തെ പ്രൊസീജിയർ നടക്കണേ എന്നുള്ളതെല്ലാം അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് എന്ത് ചെയ്യണം, നോക്കണം. അതായത് ആ സ്റ്റെറിലൈസേഷൻ ചെയ്ത അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ നടത്തിയിട്ടുള്ള ഐറ്റത്തിന് ആർക്കായിരിക്കും ഉത്തരവാദിത്തം, അതിനെന്തെങ്കിലും പാളിച്ചമക്ക് വരികയാണെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആ ഉദ്യോഗസ്ഥരായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ ഇതിന്റെ ആ സ്റ്റെറിലൈസേഷൻ ഡിസിൻഫെക്ഷൻ ഐറ്റത്തില് അതൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ഉദ്യോഗസ്ഥര് അവിടെ എല്ലാ റിട്ടേൺ പോളിസി പ്രൊസീജിയർ നടപടിക്രമങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ഓക്കെ, ആൻഡ് ഫോർ ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ സപ്ലൈ, പിന്നെ സ്റ്റെറിലൈസ് സപ്ലൈകളും കൈകാര്യം ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്ത സപ്ലൈകൾ കൈകാര്യം ചെയ്യണം. If the sterility cannot attained or maintained, system has spoiled. ഇനി നമ്മൾ ആ സ്റ്റെറിലിറ്റി നന്നായില്ലെങ്കിലോ, attained or maintained, cannot be attained or maintained, അത് ശരിയായിട്ടില്ലെങ്കിലോ, സ്റ്റെറിലിറ്റി നല്ല രീതിയിലായിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, അത് സിസ്റ്റം ഹാസ് സ്പോയിൽഡ്, അത് പരാജയപ്പെടും. പിന്നെ അതുകൊണ്ട് കാര്യമുണ്ടോ? അതല്ലേ നമ്മള് ഇൻഡിക്കേറ്റർ ഒക്കെ വെച്ച് നോക്കുന്നത്, സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയില്ലേ എന്നൊക്കെ നമുക്ക് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയല്ല അതൊക്കെ ചെയ്യുന്നത്. ഇനി സ്റ്റെറിലിറ്റി അത് അറ്റൈൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ സിസ്റ്റം തന്നെ ഫോയിൽ ആവും. ഫോയിൽഡ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടും. ഇനി ഇവിടെ കുറച്ച് പോയിന്റ്സ് ആട്ടോ, അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിന്റെ കീഴിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വേണമെങ്കിൽ ചോദിക്കാം ഏതൊക്കെയാണ് ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ഇൻക്ലൂഡ് ചെയ്യണോ ഏതെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഡീകണ്ടാമിനേറ്റിംഗ്, ടെർമിനേറ്റിംഗ്, സ്റ്റെറിലൈസിംഗ് ആൻഡ് ക്ലീനിങ് ഓൾ റീയൂസബിൾ ഐറ്റം ഓഫ് ഡിസ്പോസിബിൾ ഐറ്റം. ടെർമിനലി സ്റ്റെറിലൈസിംഗ് വെച്ചാൽ അതിതീവ്രമായി കേട്ടോ, അതിതീവ്രമായി ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു, അണുനശീകരണം നടത്തുന്നു, അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നു, അതിതീവ്രമായി സ്റ്റെറിലൈസേഷൻ നടത്തുന്നു, ക്ലീനിങ് നടത്തുന്നു. എങ്ങനെയാ? ഓൾ റീയൂസബിൾ ഐറ്റം ഓഫ് ഡിസ്പോസിബിൾ ഐറ്റം. ഇതിൽ നിന്ന് നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള, അതായത് പുനരുപയോഗിക്കാവുന്ന എല്ലാ ഐറ്റത്തിൽ നിന്നും നമുക്ക്, അതായത് എന്താ, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് എല്ലാ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസും ഡീകണ്ടാമിനേറ്റ് ചെയ്യും, ടെർമിനേറ്റ് സ്റ്റെറിലൈസ് ചെയ്യും, ക്ലീനിങ് നടത്തും. ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന, പുനരുപയോഗിക്കാൻ പറ്റുന്ന റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ക്ലീൻ ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യുന്നു, ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു. ഇനി ഓക്കെ, പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസുകൾ എന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, ലേബിൾ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ലേബലിംഗ് നടത്തുന്നു. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ദ സ്റ്റെറിലൈസർ, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതില്ലേ സ്റ്റെറിലൈസർ ഇല്ലേ, അത് ലോഡ് ചെയ്യുന്നു, അൺലോഡ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ, സ്റ്റെറിലൈസർ പ്രവർത്തിപ്പിക്കുന്നു. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്ന കേട്ടോ. ഓപ്പറേറ്റിംഗ് ദ സ്റ്റെറിലൈസർ, സ്റ്റെറിലൈസർ പ്രവർത്തിപ്പിക്കുന്നു. ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ, ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ചാൽ പ്രദർശിപ്പിക്കുക, ഡിസ്പ്ലേയിങ് പ്രദർശിപ്പിക്കുക. ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ, ഓരോ സ്റ്റെറിലൈസേഷൻ സൈക്കിള് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകള് സൂക്ഷിക്കുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു, പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഓൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആട്ടോ. ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡുകളും സൂക്ഷിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അഡ്ഹിയറിംഗ്, പരിപാലിക്കുക.
എന്താ പരിപാലിക്കണ്ടേ? അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി മെഷേഴ്സ്. കണ്ടോ? അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നവര് അവരുടെ സേഫ്റ്റി മെഷേഴ്സ് പരിപാലിക്കണം. ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോട്ടോകോൾ, പ്രതിരോധ മെയിൻ്റെനൻസ് പ്രോട്ടോകോളുകൾ പാലിക്കണം. അവിടെ വർക്ക് ചെയ്യുന്നവര് എന്താണ് സേഫ്റ്റി മെഷേഴ്സ് പാലിക്കണം. അതിന് എന്തെങ്കിലും പ്രിവെന്റീവ് ആയിട്ടുള്ള പ്രതിരോധിക്കുന്ന തരത്തിലുള്ള മെയിൻ്റെനൻസ് പ്രോട്ടോകോളുകളും പാലിക്കണം. അടുത്ത് നോക്കിയേ, സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്. സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്, സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നു. ഹാൻഡിലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ്, അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തു കേട്ടോ, നെയിംസ് കൊടുത്തേക്കണേ, അത് ഐറ്റം ആണ് കേട്ടോ. ഹാൻഡിലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്, ഉപയോഗത്തിന് തയ്യാറായ സ്റ്റെറൈൽ ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. ഹാൻഡിലിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്, ഉപയോഗത്തിന് റെഡിയായ തയ്യാറായിട്ടുള്ള ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുന്നു. Then അടുത്ത് നോക്കിയേ, മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു എ സ്റ്റെറൈൽ ഫീൽഡ്. സ്റ്റെറൈൽ ഫീൽഡിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ ട്രാൻസ്ഫർ നടത്തുന്നു. അല്ല, സ്റ്റെറൈൽ ഫീൽഡിലേക്ക് നല്ല സ്റ്റെറിലൈസ് ചെയ്ത ഒരു അന്തരീക്ഷത്തിലേക്ക് സ്റ്റെറിലൈസ് ചെയ്തോടുകൂടിയുള്ള ട്രാൻസ്ഫറും നടത്തും. അത്രയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ വരുന്നത്. ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ്സുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ചോദിക്കാം, അത്ര ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ചോദിച്ചാലും നമുക്ക് ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് എന്തെങ്കിലും ചോദിച്ചെന്ന് പറയാനും പറ്റൂല കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്നോ, CSSD കേട്ടോ, CSSD അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഈ സംഭവങ്ങളൊക്കെ പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വായിച്ചു നോക്കിയ പെട്ടെന്ന്. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് CSSD മാനേജർ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇതൊന്ന് ടിക്ക് തന്നെ ഇട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു CSSD മാനേജർ അല്ലെങ്കിൽ ഇൻചാർജ്, അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ആരുടെയാണ്? CSSD മാനേജറിന്റെ. അപ്പൊ ഇവിടെ ചോദിക്കാം കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ. അല്ലേ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ CSSD മാനേജർ. രണ്ട് രീതിയിൽ അതിൽ ചോദിക്കാം. ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ക്ലിയർ ആവണ്ടോ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരികയെന്ന്? ഓക്കെ, പോയിന്റ്സുകൾ നോക്കി വെക്കുക കേട്ടോ. അതില് CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണോ അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയ ഫസ്റ്റ് വൺ എന്താണ്? ഒന്നാമത്തെ പോയിന്റ് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSD. സോ CSSDയുടെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാം മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ, നോട്ടം കണ്ടോ, എല്ലാ ഭാഗത്തും അയാളുടെ കണ്ണെത്തണം, CSSD മാനേജറിന്റെ കണ്ണെത്തണം. അതായത് മൊത്തത്തില് CSSDയിലെ മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ കിട്ടിയോ? ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSSDയുടെ ഓവറോൾ സൂപ്പർവിഷൻ. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ,
ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട് ഇത് പോയിന്റ്സ്. പെട്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഡിസ്പ്ലേയിങ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ. ഇനി ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേയിങ് പ്രദർശിപ്പിക്കുക. സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ പ്രദർശിപ്പിക്കുക. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ. അടുത്ത മൂന്നാമത്തെ നോക്കിയേ, സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് വേണ്ട മേൽനോട്ടം വഹിക്കുക, അവരെ ഗൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനം ട്രെയിനിങ് കൊടുക്കുക. സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്. സ്റ്റാഫുകൾക്കുള്ള സൂപ്പർവിഷൻ, ഗൈഡിങ്, ട്രെയിനിങ്. ഇനി നോക്കിയേ, ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്. ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ് അതായത് ജോലി സമയ പട്ടികകൾ. ഓരോരുത്തർക്കൂടെ ഓരോ ടൈം അലോട്ട് ചെയ്ത ടൈം പീരീഡ് ഒക്കെ ഇല്ലേ, ഷെഡ്യൂളൊക്കെ ആയിരിക്കും ചിലപ്പോ ഷിഫ്റ്റ് ഒക്കെ പോലെ. അപ്പൊ അങ്ങനെ അവർക്കുടെ ജോലി സമയ പട്ടികകള്, അതിന്റെ റെക്കോർഡ്, ഇതെല്ലാം നിയന്ത്രിക്കുക. ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ്, ജോലി സമയ പട്ടിക, റെക്കോർഡുകള്, ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക. പിന്നെ അടുത്ത് നോക്കിയാൽ അലോട്ടിംഗ് റിസോഴ്സസ്. അലോട്ട് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സ്, അനുവദിക്കുക. റിസോഴ്സുകള് അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സ്, റിസോഴ്സുകള് അനുവദിക്കുക. അലോട്ടിംഗ് റിസോഴ്സ്, റിസോഴ്സുകള് അനുവദിക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ, കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ചെലവ് നിയന്ത്രണ നടപടികള്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവ് കൺട്രോൾ ചെയ്യാനുള്ള നടപടികള്, ചെലവ് നിയന്ത്രണ നടപടികള്. സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന നടത്തുക. അതാണ് സ്ക്രൂട്ടിനൈസ്, സൂക്ഷ്മ പരിശോധന നടത്തുക. ഉണ്ടോ? കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടിനൈസ്, അതായത് നമ്മുടെ ചെലവ് ചുരുക്കാനുള്ള പരിപാടികള്, കൺട്രോൾ മെഷേഴ്സ് സൂക്ഷ്മമായി പരിശോധിക്കുക. ആൻഡ് then decrease the number of cycle, ആ സൈക്കിളിന്റെ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ എണ്ണം കുറയ്ക്കുക. അതായത് സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ എണ്ണം നമ്മൾ അത് കുറയ്ക്കാനായിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യണം? ഒരു സൂക്ഷ്മമായ പരിശോധന നടത്തുക. എന്തിനു വേണ്ടി? കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി. ചെലവ് നിയന്ത്രണ നടപടികള് അതൊക്കെ നോക്കുക, സൂക്ഷ്മമായി പരിശോധിക്കുക. Then ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾ. സപ്ലൈകളുടെ ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കേട്ടോ. സ്റ്റോക്ക് മാനേജ് ചെയ്യുക. സപ്ലൈകള് മാനേജ്മെന്റ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾ. വസ്തുക്കളുടെയും നമ്മൾ സപ്ലൈ ചെയ്യുന്ന വസ്തുക്കളുടെയൊക്കെ സ്റ്റോക്ക് അത് മാനേജ് ചെയ്യുക, നിയന്ത്രിക്കുക. ഓക്കെ, അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മളത് ഉപഭോഗ വസ്തുക്കൾ, ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതിന്റെയൊക്കെ എന്താണ് സ്റ്റോക്ക് മാനേജ് ചെയ്യുക. അപ്പൊ അത്രയാണ് ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഇൻക്ലൂഡ് ചെയ്യണതാണോ, ഇൻക്ലൂഡ് ചെയ്യണതല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ CSST മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ. പിന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പ്രദർശിപ്പിക്കുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു, പ്രദർശിപ്പിക്കുന്നു. പിന്നെ സ്റ്റാഫുകൾക്ക് വേണ്ട സൂപ്പർവിഷൻ, ഗൈഡിങ്, ട്രെയിനിങ്, പരിശീലനം ഇതെല്ലാം കൊടുക്കുന്നു. ഈ ജോലി സമയ പട്ടികകള്, അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകള്, ഇതെല്ലാം എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ ഉപഭോഗ വസ്തുക്കൾ. ഇനി അലോട്ടിംഗ് റിസോഴ്സ് എന്ന് വെച്ചാൽ റിസോഴ്സുകൾ അനുവദിക്കുക. ആ ഇതിലേക്ക് CSST വേണ്ട എന്തൊക്കെ വിഭവങ്ങളാണോ, എന്തൊക്കെ സാധനങ്ങളാണോ അത് അനുവദിക്കുക. പിന്നെ അടുത്തത് നമ്മൾ ആ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ. കണ്ടോ? അതിന് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. അവിടെ ചെലവ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് സ്വീകരിക്കുക. ലാസ്റ്റത്തെയാണ് സ്റ്റോക്ക് മാനേജ് ചെയ്യുക. അവിടുത്തെ സപ്ലൈകളുടെയും കൺസ്യൂമബിൾ ഉപഭോഗ വസ്തുക്കളുടെയും സ്റ്റോക്ക് മാനേജ് ചെയ്യുക.
അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ് ചെയ്യുക. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്നാട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക്, മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്, അത്രയാണ് ജോബ് റെസ്പോൺസിബിലിറ്റികൾ വരുന്നത്. അവിടെ ജോബ് റെസ്പോൺസിബിലിറ്റികൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണതല്ലയോ എന്നൊക്കെ എക്സാമിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അത്രയും ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇന്ന് പഠിച്ചതില് നമ്മൾ മെയിൻ ആയിട്ട് ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നോക്കണം. പിന്നെ ഏതാണ് മാനേജറിന്റെ CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി നോക്കണം. പിന്നെ ഒരു ചെറിയൊരു കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ്, അത് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ CSSD എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റേഡിയോളജി ആണ്. കേട്ടിട്ടുണ്ടാവും അല്ലെ? ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടോ, ഒന്ന് ഷെയർ ചെയ്തു. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആണോ എന്ന് നോക്കിയാൽ കേട്ടോ. കാണാൻ പറ്റണ്ടോ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ ഒന്ന് നോക്കാം. ക്ലിയർ ആവും അല്ലേ? ഓക്കെ. നമ്മള് മിക്കോരും തന്നെ പോയിട്ടുണ്ടോ റേഡിയോളജി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിൽ? ഇനി ആരെങ്കിലും അവിടെ പോകാത്തവരുണ്ടോ? എന്തെങ്കിലും ആവശ്യമായിട്ട് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കാണാത്തവരുണ്ടോ? അല്ലെങ്കിൽ അവിടെ പോകാത്തവരുണ്ടോ? കാണാത്തവരുണ്ടോ? നമ്മുടെ റേഡിയോളജി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് പേര് പഠിച്ചില്ലേ റേഡിയോളജി എന്നുള്ളത് അല്ലെ? ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു. ഓ, ആരെങ്കിലും കാണാത്തവരുണ്ടോ റേഡിയോളജി? ഇനി റേഡിയോളജിയില് പോകാത്തവരുണ്ടോ? ഉണ്ടാവും ചിലപ്പോ കുറച്ച് പേര്. വലിയ തട്ടലും മുട്ടലൊന്നും വരാത്തവരൊക്കെ അല്ലെങ്കിൽ വലിയ അസുഖങ്ങളൊന്നും വരാത്തവരൊക്കെ അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരില്ല അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് പോയാൽ മതി. അപ്പൊ എന്താണ് ശരിക്കും റേഡിയോളജി എന്ന് പറയുന്നത്? എന്താണ് റേഡിയോളജി എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ റേഡിയോളജി എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ എന്താ ചെയ്യുന്നത്? ഒരു ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു അല്ലെ? പിന്നെ ചില രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റും അതേ കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് റേഡിയോളജി? റേഡിയോളജി is the branch of medicine that uses imaging technology to diagnose and treat disease. ഉണ്ടോ? ഒരു ഇമേജിംഗ് ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളൊന്ന് വീണു, ഒന്ന് സപ്പോസ് ഒന്ന് ചിന്തിക്കാം, നമ്മളൊന്ന് വീട്ടിലേക്ക് പോണ വഴിക്ക് നമ്മൾ സ്പീഡിൽ നടന്നു ഒരു കല്ലേ തട്ടി വീണു. നമ്മൾ കൈ ഒന്ന് പെട്ടെന്ന് ചെന്ന് ഇടിച്ചു. പെട്ടെന്ന് തന്നെ കൈക്ക് വേദന വന്നു, നീര് വന്നു. വേഗം തന്നെ എല്ലാവരും കൂടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോ ഡോക്ടർ അപ്പൊ തന്നെ നമുക്ക് അതിന് മരുന്ന് തന്നെയാണോ വിടുകയാണോ ചെയ്യുന്നത്? കൈക്കൊക്കെ നീരൊക്കെ വന്നു, നല്ല വേദന പറയുമ്പോൾ ഡോക്ടർ എന്ത് പറയും? അവിടെ ഒരു എക്സ്റേ എടുക്കാൻ പറയാറില്ലേ? അല്ലെങ്കിൽ പറയൂലേ? അല്ലെ? എക്സ്റേ എടുക്കാൻ പറയും. അപ്പൊ നമ്മൾ അവിടെ എക്സ്റേ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലണം. അതൊരു ഇമേജിംഗ് ടെക്നോളജി ആണ് അല്ലെ? അപ്പൊ നമ്മള് റേഡിയോളജി ചെന്ന് അവിടെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയാം, കാണാൻ പറ്റും അല്ലെ? നമുക്ക് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഭാഗം, ആ എല്ല്, അത് പൊട്ടലുണ്ടോ, അത് സ്ക്രാച്ച് വീണതാണോ, എത്ര പൊട്ടലുണ്ട്, ഏത് ആ കറക്റ്റ് പൊസിഷൻ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ സ്ക്രീനില് കമ്പ്യൂട്ടർ നമ്മളെയും കാണിച്ചു തരും അല്ലെ? നമ്മളെയും കാണിച്ചു തരും. ആ സ്ക്രീനിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മള് പിന്നെ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഡോക്ടർ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് തരുന്നത്. അങ്ങനെയല്ലേ ചെയ്യണേ? അല്ലാതെ ചെന്ന വഴി തന്നെ ഡോക്ടർ ഇവിടെ പൊട്ടലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടി വെക്കാണോ? എന്താ ഡോക്ടറിന് നേരെ ഉള്ളിലുള്ളത് കാണാൻ പറ്റുമോ? പുറമേ കണ്ടുകൊണ്ട് ഡോക്ടറിന് നോക്കി അതിന്റെ അകത്തുള്ള കാര്യം കാണാൻ പറ്റുമോ? എല്ല് കാണാൻ പറ്റുമോ? നമ്മുടെ മാംസത്തിന്റെ ഉള്ളിലിരിക്കുന്ന സംഭവം കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളൊരു വയറുവേദനയായിട്ട് ചെയ്യുന്നു, ഡോക്ടർ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, ഇന്നലെ മുതൽ തുടങ്ങിയതാണ്, ഒരു ഇതില്ലാന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും എന്നൊരു കാര്യം ചെയ്ത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം അല്ലെ? അവിടെ സ്കാൻ ചെയ്ത്, അതായത് ഇമേജിംഗ് ടെക്നോളജി, അവിടെ സ്കാനിങ് പറയും, ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് നോക്കി കഴിയുമ്പോഴാണ് നമ്മുടെ വയറിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ?
എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ഡോക്ടർ അത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡോക്ടറിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് തരാൻ പറ്റുമോ? കറക്റ്റ് ആയിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ? വയറിന്റെ ഉള്ളിൽ വേദനയാണ്, ഇന്ന അസുഖമായിരിക്കും എന്ന് പറഞ്ഞ ഡോക്ടർ മരുന്ന് എഴുതി വിടുകയാണോ ചെയ്യണേ? അപ്പൊ ഡോക്ടറിന് ക്ലിയർ ആയിട്ട് എന്താണ് രോഗം എന്ന് നിർണ്ണയിക്കുന്നതിനും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് തരുന്നതിനും ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ റേഡിയോളജി എന്ന് പറയുന്നത്. എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട് ആർക്കെങ്കിലൊക്കെ? നേരത്തെ നമുക്കൊരു ഷീറ്റ് കിട്ടുമായിരുന്നു, നമ്മുടെ കയ്യിൽ തരികയായിരുന്നു എക്സ്റേയുടെ സ്കാനിങ്ങിന്റെ ഒക്കെ. ഇപ്പൊ തരുന്നുണ്ട് എങ്കിലും ചിലപ്പോ എന്താ പറയാ, നേരെ ഡോക്ടറിന് ഇപ്പൊ എക്സ്റേ ഒക്കെ ആണെങ്കിൽ എടുത്തിട്ട് നേരെ അത് ഡോക്ടറുടെ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. അവിടെ കാണാൻ പറ്റില്ല. അത് ഷീറ്റായിട്ട് ഇപ്പൊ അധികം അങ്ങനെ കയ്യിലൊന്നും തരുന്നില്ല. നേരെ നോക്കി അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത്. കാരണം നമുക്ക് ഇപ്പോഴും തരുന്നുണ്ട്. ഓക്കെ, എന്തായാലും എന്താണ് പറഞ്ഞത്? റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ഇമേജിംഗ് സർവീസ് ആണ്. നമുക്ക് ഇമേജ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വ്യക്തമായി കാണുന്നതിനുള്ള ഒരു ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് രോഗം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നിർണ്ണയിക്കുകയും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് തരുകയാണ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന എക്സ്റേ പഠിക്കാനുണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ പഠിക്കാനുണ്ട്, CT സ്കാൻ പഠിക്കാനുണ്ട്, MRI സ്കാൻ പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കിയേ. എല്ലാവരും പേജ് എടുത്തോ? പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ടാണെങ്കിലും എല്ലാവരും എടുത്തോ? ടെക്സ്റ്റില് 36 പേജ് നമ്പർ 36 ഓപ്പൺ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേക്കുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. Radiology is regarded as a branch of medicine that deals with the radiant energy. അവിടെ എന്താ ഒരു എനർജി? റേഡിയന്റ് എനർജി, വികിരണ ഊർജം. എങ്ങനെയാണ് ചെയ്യുന്നത്? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ that deal with the radiant energy in the diagnosis and treatment of disease by using imaging technology. അതാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ that deals with the radiant energy. വികിരണ ഊർജ്ജമാണ് അവിടെ ഉപയോഗിക്കുന്നത് രോഗം നിർണ്ണയിക്കാനും ട്രീറ്റ്മെന്റിനും. എങ്ങനെയാണ്? ബൈ യൂസിങ് എന്തുപയോഗിച്ചാണ്? ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ. Then മെഡിക്കൽ ഇമേജിംഗ് ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്. ഇനി ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ ഭാഗങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു അല്ലെ? നമുക്ക് പുറമേ നോക്കി കാണാൻ പറ്റില്ല, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി കാണാൻ പറ്റൂല അല്ലെ? ഇപ്പൊ ഞാനിങ്ങനെ കൈ വെച്ചിട്ടുണ്ട്, എനിക്ക് എന്റെ കൈയുടെ പുറമേ കാണാൻ പറ്റുള്ളൂ അല്ലെ? ആ സ്കിന്നാ കാണാൻ പറ്റുള്ളൂ, അതിന്റെ ഉള്ളിലുള്ള ബോണ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ഇമേജിംഗ്. അത് മെഡിക്കൽ ഇമേജിംഗ് ആണ്. ഇനി മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഇമേജിംഗ് ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്ട്. ബോഡി ഭാഗങ്ങള്, ടിഷ്യൂസ്, കലകള്, ഓർഗൻസ് ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യാണ് ഫോർ യൂസിങ് മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിങ്. മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഡയഗ്നോസിസ്, അതിന്റെ ട്രീറ്റ്മെന്റ്, ഡിസീസ് മോണിറ്ററിങ് രോഗ നിരീക്ഷണം എന്നിവയ്ക്കായി നമ്മുടെ ബോഡി പാർട്സ്, ടിഷ്യൂ, ഓർഗൻ ഇതെല്ലാം വിഷ്വലൈസേഷൻ, അതിന്റെയൊക്കെ ഒരു വിഷ്വലൈസേഷൻ ആണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. മെഡിക്കൽ ഇമേജിംഗ് ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂ ഓർ ഓർഗൻ. ഇതിന്റെയൊക്കെ വിഷ്വലൈസേഷൻ ആണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത റേഡിയോളജിയുടെ ആ സെന്റൻസ് കൂടി നോട്ട് ചെയ്തോട്ടോ. റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് റേഡിയോളജി? ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് യൂസസ് ഇമേജിംഗ് ടെക്നോളജി ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. ഓക്കെ, അപ്പൊ ഇനി അതിനകത്ത് നമുക്ക് ഇമേജിംഗ് കമ്പോസേഴ്സ് ഓഫ് ദ ഫോളോയിങ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഏതൊക്കെയാണ് പല ഇമേജിംഗ് ടെക്നോളജി എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെയാണ് എക്സ്റേ. എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേ ഇസ് എ റാപ്പിഡ്
പെയിൻ ഫ്രീ പ്രൊസീജിയർ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലെ? എക്സ്റേ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം കുറെ സമയം വേണം എക്സ്റേ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ അല്ലേ? ആർക്കെങ്കിലും ചെയ്തേണ്ടോ അവിടെ? ഇഫ്റ്റി ആർക്കാണ്? അതെ മനീഷ. അതേന്നാണ് പറഞ്ഞത്. ഓക്കെ, നവ്യ പ്രദീപ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, എന്തായാലും എന്താ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെയിൻ ഫ്രീ. വേദന എടുത്തോണ്ടുണ്ടോ മനീഷ്? നവ്യക്ക് വേദന എടുത്തോ ഈ എക്സ്റേ ചെയ്തപ്പോ? വേദന എടുത്തായിരുന്നോ? ഇല്ല, വേദന ഒന്നും എടുക്കൂല അല്ലെ? ജസ്റ്റ് നമ്മുടെ ഇപ്പൊ കൈയാണ് നമുക്ക് എക്സ്റേ, കൈയുടെ എക്സ്റേ എടുക്കണമെങ്കിൽ കൈ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യും, അത്രയേ ഉള്ളൂ അല്ലെ? ഒരു ഫ്ലാഷ് പോലെ ഒരു ലൈറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്ത് പോകും, അത്രയല്ലേ വരുന്നുള്ളൂ. ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജ് ഓഫ് ദ സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി, particularly the bones. അവിടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. Which of the following imaging technology is used to observe the bones? ബോൺസിനെ നോക്കാൻ, എല്ലുകൾക്ക് ഏതാണ് ഏത് ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത്? എല്ലുകളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പൊട്ടുണ്ടോ, സ്ക്രാച്ച് ഉണ്ടോ, എല്ലുകളെ സംബന്ധിക്കുന്നത് ഏതാണ്? എക്സ്റേ. റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. Create the images of structure within the body, particularly the bones. എക്സാമിന് ചോദിച്ചെഴുതാലോ അവിടെ. ഓക്കെ, എല്ലിന്റെ കാര്യം പറഞ്ഞ അപ്പൊ തന്നെ നോക്കാം. അതിനകത്ത് ഓപ്ഷൻ നിങ്ങളുടെ കിടക്കൂട്ടോ. എക്സ്റേ എന്ന് പറയും, അൾട്രാസൗണ്ട് എന്ന് പറയും, CT സ്കാൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. എല്ലെന്നുള്ളത് ആ ബോൺ എന്നുള്ളൊരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട. പ്രത്യേകിച്ച് ബോണിന്റെ കാര്യത്തിൽ അവിടെ ഏതാണ് എക്സ്റേ എന്ന് പറയുന്നതാണ്. ഇതെന്താണ് എക്സ്റേ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ എന്താ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് പെയിൻ ഫ്രീ ആണ്, വേദനയൊന്നുമില്ല. പിന്നെ അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് പല ഇത് എക്സ്റേ എടുക്കുന്നുണ്ട് അല്ലെ? എല്ലിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. പിന്നെ ഗ്യാസ്ട്രോ, വയറിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ അങ്ങനെ കുടലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഹാർട്ട് വലുതായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോ നെഞ്ചുവേദന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് എന്താ നിമോണിയയുടെ ആരംഭമുണ്ടോ, നെഞ്ചിലെ കഫക്കെട്ടുണ്ടോ, ഇതൊക്കെ എക്സ്റേ എടുത്ത് നോക്കാനാണ് അവർ പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ബോണിന്റെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പൊ ബോൺസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ നേരെ എക്സ്റേ തന്നെ അവിടെ ഇല്ല, അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അത് ഡയറക്റ്റ് ഒരു ഫോണിൽ നിന്നുള്ള പിക്ചറാ കിട്ടുന്നത്, അതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിലുള്ള പിക്ചർ അല്ലേ? അതിന്റെ ബാക്കിലൊക്കെ കാണാൻ പറ്റുമോ? ഇപ്പൊ ഇത് നമ്മളൊരു പടം നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഒരു ഫോണിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് അവിടെ എക്സ്റേയിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് ആർക്കെങ്കിലും ചെയ്തേണ്ടോ? അൾട്രാസൗണ്ട് സ്കാൻ. ഈ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞ എന്താ? ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഇമേജ് സൃഷ്ടിക്കുന്നത്. കണ്ടോ? എന്താ പറയാ, നമുക്ക് തല മുതൽ കാല് വരെയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജി, ഒരു ടെസ്റ്റ് ആണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്താ? ഫ്രീക്വൻസി കൂടിയ ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങള് നമ്മള് ശരീരത്തിൽ കൂടെ കടത്തി വിട്ടിട്ടാണ് അവിടെ രോഗനിർണയം നടത്തുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ബോൺസിന് പറ്റില്ല കേട്ടോ. അത് ബോൺസ് പോലെയുള്ള സ്ഥലങ്ങളില് നമുക്ക് ഈ അൾട്രാസൗണ്ട് സ്കാൻ പറ്റില്ല. കണ്ടോ? ബോൺസിന് മാത്രം അവിടെ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങൾ കടത്തിവിട്ടിട്ടാണ് അവിടെ ഇമേജ് കാണുന്നത്. Okay, image of the soft tissues and internal organs. Non-invasive procedure. അതെന്താ? ആക്രമണാത്മകമല്ലാത്തത്. അധികം ആക്രമണാത്മകമല്ല, അല്ലെങ്കിൽ വേറെ അധികം ദോഷമൊന്നുമില്ല ഈ അൾട്രാസൗണ്ട് ചെയ്യുന്നതുകൊണ്ട്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ, സേഫ് ടു ഒബ്സർവ് ഫീച്ചേഴ്സ്. എപ്പോഴും ചോദിക്കാറുണ്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭ്രൂണം. നമ്മൾ പ്രഗ്നന്റ് ഒക്കെ ആകൂലേ? പ്രഗ്നന്റ് ആയി കഴിയുമ്പോ ദേവയുടെ അമ്മമാർക്കൊക്കെ അറിയാം, നമ്മൾ കുറേ സ്കാൻ ചെയ്യൂലേ അല്ലെ? നമ്മൾ ആദ്യം തന്നെ അറിയുമ്പോഴ് 3 മാസം ആകുമ്പോഴ്, 5 മാസത്തില്, 7 മാസത്തില്, 9 മാസത്തിലൊക്കെ സ്കാനിങ് ചെയ്യും, നമ്മൾ കുട്ടിയുടെ വളർച്ച നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ? സ്കാൻ ചെയ്തിട്ടില്ലേ? അത് ഈ അൾട്രാസൗണ്ട്. അത് എന്തുകൊണ്ടാ? അത് നമ്മൾ പറഞ്ഞില്ലേ, നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. വേറെ പ്രശ്നമൊന്നുമില്ല, അവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒരു റേഡിയേഷനും അവിടെ ഉണ്ടാകുന്നില്ല. അത് പൊട്ടിക്കുക, അതുകൊണ്ട് ഒരു ദോഷവുമില്ല, വളരെ സേഫ് ആണ്.
ആണ്. അതുകൊണ്ട് എംബ്രിയോ അല്ലെങ്കിൽ നമ്മുടെ ഭ്രൂണം കുട്ടി അത് ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് അൾട്രാസൗണ്ട്. രണ്ടെണ്ണം ക്ലിയർ ആയില്ലേ? എക്സ്റേ നമ്മൾ ഏതിന്റെ പറഞ്ഞ ബോൺസിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, അതെങ്ങനെയാണ്, അത് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ. വേറെ പ്രശ്നം, ഒരു ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഇമേജ് പറയുന്നത് അല്ലെ, ഇമേജ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ഭ്രൂണത്തെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ആണ് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമേജിംഗ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീച്ചേഴ്സ്. ഇങ്ങനെ തന്നെ ചോദിക്കുക എക്സാമിന് കേട്ടോ. ഏതാണ്? അൾട്രാസൗണ്ട്. ആൻസർ കിട്ടിയോ? അൾട്രാസൗണ്ട്. ഇനി മൂന്നാമത്തെ നോക്കിയേ, CT സ്കാൻ. CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാൻ ആണ്. അവിടെ ഉണ്ട് കേട്ടോ, അത് എഴുതി വെക്കണമെന്നില്ല. അതിന്റെ എക്സ്പാൻഡഡ് ഫോം സെന്റൻസിൽ പറയുന്നുണ്ട്. അവിടെ ഒരു സെന്റൻസ് കൂടി അവിടെ പറയുന്നുണ്ടല്ലോ അൾട്രാസൗണ്ടില്. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ, സേഫ്റ്റി ഒബ്സർവ് ഫീച്ചേഴ്സ്. ഇവിടെ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ, ട്രാൻസ്ഡ്യൂസർ കേസ് എന്നാട്ടോ അത്. ട്രാൻസ്ഡ്യൂസർ, DUCER. അതൊന്ന് കറക്റ്റ് ചെയ്ത്, ആ സ്പെല്ലിംഗ് അവിടെ തെറ്റാ കിടക്കുന്നത്. ട്രാൻസ്ഡ്യൂസർ, TRANS DUCER. ട്രാൻസ്ഡ്യൂസർ കേസ്, CAC. ഓവർ സ്കിൻ വിത്ത് കണ്ടക്റ്റിംഗ് ജെൽ. ഇത് ചെയ്തിട്ടുള്ളവർക്ക് അറിയാലോ അൾട്രാസൗണ്ട് എന്താ, ഒരു ജെല്ല് പോലത്തെ സംഭവം നമ്മുടെ വയറിന്റെ അവിടെ ഇങ്ങനെ പെരറ്റിയിട്ട് ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഓടിച്ച് നോക്കിയിട്ടല്ല ചെയ്യുന്നത് അല്ലേ? അല്ലേ? അൾട്രാസൗണ്ട് ചെയ്തിട്ടുള്ളവർക്ക് അറിയാലോ. നമ്മുടെ വയറ്റിലിന്റെ അവിടെ എംബ്രിയോ നോക്കാനാണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മുടെ വയറിന്റെ അവിടെ ഒരു ചെല്ല് പോലത്തെ സംഭവം ഇങ്ങനെ പറ്റിയിട്ട് ഒരു സ്റ്റിക്ക് ഇങ്ങനെ വാരികൾ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നോക്കിയാൽ CT സ്കാനർ. CT സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഇൻ ദ നെയിം ഓഫ് കമ്പ്യൂട്ടർ ടൊമോഗ്രാഫി സ്കാൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എന്താണ് CT എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം? കമ്പ്യൂട്ടർ ടൊമോഗ്രാഫി സ്കാൻ ആണ്. When the computer processed blend of many X-ray measurements taken from, അത് taken from എന്നാട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തു. X-ray measurement taken from, TAKEN, taken from different angles to generate cross-sectional image of specific area of object, allowing the user to see inside the object without cutting. അല്ലേ? അപ്പൊ നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ബോഡിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതൊരു ക്രോസ് സെക്ഷണൽ ഇമേജ് ആണ് അവിടെ കിട്ടുന്നത്. അതായത് പല ആംഗിളിൽ നിന്നുള്ള ക്രോസ് സെക്ഷണൽ ഇമേജ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരു കോണിൽ നിന്നുള്ള കിട്ടുള്ളൂ ഇമേജ്. പക്ഷേ ഈ CT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താണ്, അവിടെ 360 ഡിഗ്രിയിലുള്ള വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള, ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള പിക്ചർ കിട്ടും. ഒന്ന് നോക്കുക. വളരെ കുറച്ച് സമയം, കുറച്ച് തന്നെ മതി. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തല മുതൽ കാല് വരെയുള്ള ഏത് ഭാഗത്തെയും നമുക്ക് CT സ്കാൻ ചെയ്യാൻ പറ്റും. എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ എക്സ്റേയിൽ ഒരു കോണിൽ നിന്നുള്ള പിക്ചറാ കിട്ടുള്ളൂ. പക്ഷെ CT സ്കാനിലാവട്ടെ ഡിഫറെന്റ് ആംഗിൾ, പല ആംഗിളിൽ നിന്നുള്ള പിക്ചർ കിട്ടുന്നു. കണ്ടോ? Taken from different angles to generate cross-sectional image of a specific area of the object. അതിന്റെ cross-sectional image കിട്ടും. എങ്ങനെയാ? Allowing the user to see, നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? Inside the object without cutting. കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഉള്ളിലുള്ള ഒബ്ജക്റ്റ് കാണാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ അതിന് CTയുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ പല ആംഗിളിൽ നിന്നുള്ള ആ പിക്ചർ നമുക്ക് ക്രോസ് സെക്ഷണൽ ഇമേജ് കിട്ടുന്നത് CT സ്കാനിലാണ്. അതും നോട്ട് ചെയ്ത് വെക്കാം. എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എക്സ്റേയിൽ ഒരു കോണിൽ നിന്നുള്ള പിക്ചർ കിട്ടുമ്പോൾ CT സ്കാനിൽ ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള പിക്ചർ കിട്ടും. ഇനി നോക്കി അടുത്തത് MRI. അവിടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. മാഗ്നറ്റിക് MA. അറിയോ നിങ്ങൾക്ക് എക്സ്പാൻഡഡ് ഫോം എന്താണ് MRI സ്കാന്റെ? ആർക്കെങ്കിലും അറിയോ? ഒന്ന് മെസ്സേജ് ചെയ്തിട്ടോ. MRI എന്താ? മാഗ്നറ്റിക് MAGE
magnetic, magnetic, magnetic resonance, magnetic resonance, RESONANCE, magnetic resonance imaging. Expanded form magnetic resonance imaging, magnetic resonance imaging, MRI. അത് ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഇപ്പൊ എന്തായാലും തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല, അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? റേഡിയോളജി എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഉള്ളിലുള്ള ഭാഗങ്ങള് നമുക്ക് കാണാനും അല്ലെ അതനുസരിച്ച് ഡോക്ടറിന് കറക്റ്റ് ആയിട്ട് രോഗം നിർണ്ണയിക്കാനും അതിനുള്ള ട്രീറ്റ്മെന്റും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പൊ എന്താ പറയാ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റും അത് രോഗനിർണയം കറക്റ്റ് ആയിട്ട് അല്ലെ നമുക്ക് രോഗം നിർണ്ണയിക്കാനും പറ്റും. അതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജിയാണ് പറഞ്ഞത്. എക്സ്റേ പറഞ്ഞു, അൾട്രാസൗണ്ട് പറഞ്ഞു, CT സ്കാൻ പറഞ്ഞു. എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യം റാപ്പിഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. നമ്മുടെ ബോഡിയിലുള്ളിലുള്ള സ്ട്രക്ചർ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ബോൺസിന്റെ കാര്യം. ഈ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ സൗണ്ട് വേവ് ആയതുകൊണ്ട് തന്നെ അവിടെ വേറെ റേഡിയേഷൻ ഒന്നും വന്നില്ല അല്ലെ. നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്, വളരെ സേഫ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജി ഏതാന്ന് ചോദിക്കാം, അതുകൂടി നോട്ട് ചെയ്തിട്ടോ. Which is the most safest imaging technology? ഏതാ? അൾട്രാസൗണ്ട്. To observe fetus, അതും ചോദിക്കാം. ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജി ഇതെല്ലാം അൾട്രാസൗണ്ട് ആണ്. ഇനി അടുത്തത് CT സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് CTയിൽ പറയുന്നത്. പക്ഷെ എക്സ്റേയില് ഒരു ഫോണിൽ നിന്നുള്ള ഡയറക്റ്റ് പിക്ചറേ നമുക്ക് കിട്ടുള്ളൂ. CTയിലാകുമ്പോൾ എങ്ങനെയാ 360 ഡിഗ്രിക്കുള്ള വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള ഒരു ക്രോസ് സെക്ഷണൽ ഇമേജ് അവിടെ കിട്ടുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ബോഡി കട്ട് ചെയ്യാതെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഭാഗങ്ങള് നമുക്ക് കാണാൻ നമുക്ക് പറ്റുന്നിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ MRI ആണ് 4ാമത്തെ ഇമേജിംഗ് ടെക്നോളജി. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് പറഞ്ഞത് കേട്ടോ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ.